നമുക്കറിയാം ഇതവിടെ 2 റെഗുലേറ്റർ ഐ സി വരും. ഇതൊന്ന് 7815 ആണ്, അതായത് 15 വോൾട്ടിൻ്റെ റെഗുലേറ്റർ. ഇത് 1117 3.3 വോൾട്ടിൻ്റെ റെഗുലേറ്റർ. ഇവിടെ ഈ സിസ്റ്റം കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത് 3.3 വോൾട്ടിലാണ്. അതവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ 3.3 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് 3.3 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കാം. ഇവിടെ തന്നെ ഈ ടെസ്റ്റ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട്, ഇത് ഈ 3 പിന്നിൽ ഇത് ഗ്രൗണ്ട്, ഇത് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലുള്ളത് 3.3 വോൾട്ടിൻ്റെ പിന്നാണ്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ നെഗറ്റീവും ഇതിൽ പോസിറ്റീവും വെച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. 0.785 വോൾട്ടൊക്കെ കിട്ടുന്നുള്ളൂ. അതായത് ഇവിടെ 3.3 വോൾട്ട് വരുന്നില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ റെഗുലേറ്ററിൻ്റെ ഇൻപുട്ട് നോക്കാം. അത് 12 വോൾട്ട് 11.53, അതായത് 12 വോൾട്ട് ഇതിനകത്ത് കൃത്യമായി കിട്ടുന്നുണ്ട്. ഈ റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആണെന്നുള്ളത് മനസ്സിലായി. ഇനി ഇത് 1117 3.3 വോൾട്ടിൻ്റെ റെഗുലേറ്റർ ഐ സി ഇതേ പറഞ്ഞ് മാറ്റിയിട്ടിട്ട് ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ ഇപ്പോൾ കൃത്യമായ വോൾട്ടേജ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഇതേ ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടുത്തെ LED കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി, ബ്ലിങ്ക് ആവാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സിസ്റ്റത്തിലേക്ക് വോൾട്ടേജ് വന്നു, ഇനി ഭാഗം വർക്ക് ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. കൃത്യമായിട്ട് ഈ ടെസ്റ്റ് പോയിന്റിൽ ഇവിടെ 3.3 മാർക്ക് ചെയ്തിട്ട് തന്നെ ആദ്യം ഒന്ന് നോക്കാം. 3.3 വോൾട്ട് വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്.